ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളിലൊന്ന് ഹോർമൂസിൽ തകർന്നു വീണു. AH-64 അപ്പാഷെ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. ടാങ്കറുകൾ, അതേപോലെ തന്നെ ബങ്കറുകൾ, സൈനിക വാഹനങ്ങൾ, ഇതിനൊക്കെ തകർക്കാനും അതേപോലെ തന്നെ ഈ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പെനിട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാർക്ക് ഒരു ബാക്കപ്പ് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ് ഈ അപ്പാഷെ AH-64 ഹെലികോപ്റ്റർ. ഇത് ഹോർമൂസിൽ തകർന്നു വീണിരിക്കുകയാണ്. ഹോർമൂസ് എന്താ ബർമുഡ ട്രയാങ്കിൾ ആണോ? അതായത് ഇതിനു മുന്നേ ഈ പേർഷ്യൻ ഗൾഫിന്റെ മുകളിൽ ഈ എണ്ണ ടാങ്കർ വിമാനങ്ങളും F-15 അടക്കമുള്ള വിമാനങ്ങളും ഇതുപോലെ തന്നെ കാണാതായിട്ടുണ്ട്, തകർന്നു വീണിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ അമേരിക്ക അതിന് പലതരത്തിലുള്ള സ്ഥിരീകരണങ്ങളും നൽകാറുണ്ട്, ചിലതിന് സ്ഥിരീകരണങ്ങൾ കൊടുക്കാറില്ല. പക്ഷേ പലപ്പോഴും ഇറാൻ അതിനെ ക്ലെയിം ചെയ്യാറുണ്ട്, ഞങ്ങൾ അതിനെ അടിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ. നമുക്കറിയാം MQ റീപ്പർ ഡ്രോണുകളുടെ ശവപ്പറമ്പാണ് യഥാർത്ഥത്തിൽ ഇറാനും അതേപോലെ തന്നെ ഹോർമൂസും എന്ന് പറയുന്നത്. ഏകദേശം 40ഓളം വിമാനങ്ങൾ ഇപ്പം തന്നെ അമേരിക്കക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് AH-64 ഹെലികോപ്റ്റർ? അതായത് ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നു പോകുന്ന വിമാനങ്ങളാണ് അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളാണ് ഈ പറയുന്ന AH-64 എന്ന് പറയുന്നത്. അതായത് ഒരു വാർഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മരം, ആ ഒരു മരത്തിനേക്കാൾ കുറച്ചും കൂടെ ഉയരത്തിൽ മാത്രം, അത്രയും ഉയരത്തിൽ മാത്രം പറക്കുന്ന വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ മരങ്ങൾ അതേപോലെ തന്നെ മലകളൊക്കെ കവറായിട്ട് ഉപയോഗിച്ച് പറന്നു പോകുന്ന അറ്റാക്കിംഗ് ഹെലികോപ്റ്ററാണ് യഥാർത്ഥത്തിൽ ഈ AH-64 എന്ന് പറയുന്നത്. അതായത് ശത്രുക്കളുടെ റഡാറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിങ്ങനെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നു പോവുകയും അതേപോലെ തന്നെ ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധമുണ്ട്. ഈ ഉപരോധം മറികടന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഗോസ്റ്റ് ഷിപ്പുകൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യാനും അതിനെ ടേക്ക് ഡൗൺ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഹെലികോപ്റ്ററിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇറാന് ഈ ഇടയ്ക്ക് ഏകദേശം 2-3 ആഴ്ചകൾക്ക് മുന്നേ അവരുടെ ഏറ്റവും പുതിയ മോസ്കിറ്റോ ഫ്ലീറ്റിലേക്ക് ഒരു പുതിയ തരത്തിലുള്ള ഒരു ബോട്ടിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 130 നോട്ടിക്കൽ മൈലില് സഞ്ചരിക്കാൻ പെർ ഹവറിൽ അല്ലെങ്കിൽ ഒരു 230 നോട്ടിക്കൽ മൈൽ പെർ ഹവറിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ബോട്ടുകളാണത്. പക്ഷേ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് യഥാർത്ഥത്തിൽ ഈ ക്രൂയിസ് മിസൈലുകളെ അവർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കറിയാം ഈ കഴിഞ്ഞ ഇറാൻ അമേരിക്ക വാർ ആക്റ്റീവായിട്ട് നിലനിന്നിരുന്ന സമയത്ത് F-15 അടക്കം, അതായത് സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള F-15 അടക്കം ഇറാൻ അടിച്ചിട്ടത് ഷോൾഡർ മൗണ്ടഡ് മിസൈലുകൾ വെച്ചിട്ടാണ്. അതായത് ഇവരുടെ ഷോൾഡർ മൗണ്ടഡ് മിസൈലുകൾ യഥാർത്ഥത്തിൽ ട്രാക്ക് ചെയ്യുന്നതും ടേക്ക് ഡൗൺ ചെയ്യുന്നതും ഹീറ്റിനെ പിന്തുടർന്നിട്ടാണ്. ഹീറ്റിനെ പിന്തുടർന്ന് പോകുമ്പോൾ ഹീറ്റ് ബോളുകൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകൾ റിലീസ് ചെയ്യും, അതായത് ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഡിസ്ട്രാക്ഷൻ ഒന്നും ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യാണ്ട് F-15 അടക്കം പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇറാന്റെ കയ്യിലുള്ള ഷോൾഡർ മിസൈലുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോൾഡറിൽ വെച്ച് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന മിസൈലുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോ ആൾട്ടിറ്റ്യൂഡിൽ ഹോർമൂസിലൂടെ കപ്പലുകളെ നിരീക്ഷിച്ചുകൊണ്ട് പോകുന്ന ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകളെ ഈ പറയുന്ന മോസ്കിറ്റോ ഫ്ലീറ്റ് പോലുള്ള കുഞ്ഞൻ ബോട്ടുകളിൽ വന്നിട്ട് ഷോൾഡർ മൗണ്ട് വെച്ചിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്യാനും ഇത് മനസ്സിലാക്കാനും പാടായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ പറയേണ്ടത് ഈ ഹോർമൂസ് എന്ന് പറയുന്നത് ബർമുഡ ട്രയാങ്കിൾ പോലുള്ള സ്ഥലമാണോ, പേർഷ്യൻ ഗൾഫും യഥാർത്ഥത്തിൽ ബർമുഡ ട്രയാങ്കിൾ പോലെ ഒരു നാച്ചുറൽ ഫിനോമിനൻ, ആർക്കും ഇതുവരെ ആൻസർ കണ്ടെത്താൻ പറ്റാത്തൊരു ഫിനോമിനൻ സംഭവിക്കുന്ന സ്ഥലമാണോ എന്നുള്ളത് പറയണം. നമുക്കറിയാം ബർമുഡ ട്രയാങ്കിളിൽ മിസ്സായി പോയിട്ടുള്ള കപ്പലുകളും വിമാനങ്ങളും എവിടെയാണെന്ന് പോലും പലതിനെ ട്രേസ് ചെയ്യാനോ അതിനെ ട്രാക്ക് ഡൗൺ ചെയ്യാനോ ഇതുവരെ പറ്റിയിട്ടില്ല. എന്നാൽ അതുപോലത്തെ ഒരു സ്ഥലമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കണം. എന്നാൽ അങ്ങനെയല്ല, അത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. ഏകദേശം 34 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കുഞ്ഞൻ കടലെടുക്കാണ്, ഒരു ചോക്ക് പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ ഹോർമൂസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പേർഷ്യൻ ഗൾഫും ഈ അമേരിക്കയുടെ നാവികസേനയുടെ 5th ഫ്ലീറ്റിന്റെ ആക്റ്റീവ് പ്രസൻസ് ഉള്ള സ്ഥലം കൂടിയാണ് യഥാർത്ഥത്തിൽ പേർഷ്യൻ ഗൾഫ്. നമുക്കറിയാം
ബഹ്റൈൻ അവരുടെ കേന്ദ്രം കൂടിയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരിക്കെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് എങ്ങനെ ഇങ്ങനത്തെ വിമാനങ്ങൾ അപ്രത്യക്ഷമായി പോകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 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 ദിവസം റഡാറിൽ നിന്നും ഇത് പെട്ടെന്ന് കാണാണ്ടായി പോകുന്നു, ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഇറാന്റെ ഈ തരത്തിലുള്ള എയർക്രാഫ്റ്റുകളെ അടിച്ചിടാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മെഷീനറീസിനെ നമ്മൾ വില കുറച്ച് കാണുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ത്യയുടെ കയ്യിൽ റഷ്യയുടെ S-400 പോലെയുള്ള സിസ്റ്റങ്ങളുണ്ട്. ഇന്ത്യ അതിനെന്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്യാനും കൂടെ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് ഒരു പ്രശ്നം ഉണ്ടായത് നമുക്കറിയാം. S-400 റഷ്യയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അമേരിക്കയിൽ ഒരു ഡിസ്കഷൻ വന്നത് ഇന്ത്യക്കെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തണോ എന്നുള്ളതാണ്. കാരണം അമേരിക്ക ഓൾറെഡി റഷ്യക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുന്ന അതേ സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് വേറൊരു എക്യുപ്മെന്റ് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സാങ്ഷനെ വയലേറ്റ് ചെയ്ത് വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്കും അതുപോലെ തന്നെ സാങ്ഷൻ ഏർപ്പെടുത്താനുള്ള എല്ലാ പഴുതും അവർക്കുണ്ട്. പക്ഷേ ചൈനയെ ചെറുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമുള്ളത് കൊണ്ടാണ് അന്ന് ഇന്ത്യക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്താതിരുന്നത്. അതുപോലെ തന്നെയാണ് ഇറാന്റെ കയ്യിലും S-300 പോലെയുള്ള സിസ്റ്റം അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അവരതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ S-400 അതേ കപ്പാസിറ്റിയുള്ള മെക്കാനിസംസ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 200-300 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന എയർക്രാഫ്റ്റുകളെയും ഡ്രോണുകളെയും ഡിറ്റക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള റഡാർ സിസ്റ്റംസ് ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഹോർമൂസ് എന്ന് പറയുന്നത് വെറും 32 കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. ഇപ്പൊ കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഖത്തറിലും കുവൈത്തിലും ബഹ്റൈനിലും അതേപോലെ തന്നെ സൗദി അറേബ്യയിലും അടക്കമുള്ള അമേരിക്കൻ ബേസ് എന്ന് പറയുന്നത് ഇറാന്റെ അതിർത്തിയിൽ നിന്നും 200-300 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ്. അപ്പോൾ വീണ്ടും 200-300 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റഡാർ സിസ്റ്റംസ് ഈ പറയുന്ന ഇറാന്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ലോഞ്ച് ആവുന്ന അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യപ്പെടുന്ന എയർക്രാഫ്റ്റുകളെ തന്നെ ഡിറ്റക്ട് ചെയ്യാനും ട്രാക്ക് ഡൗൺ ചെയ്യാനും ഉള്ള കപ്പാസിറ്റി ഓൾറെഡി ഇറാൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനാരിയോ നിലനിൽക്കുന്ന സമയത്താണ് വീണ്ടും ഇതുപോലത്തെ ഒരു അറ്റാക്കിംഗ് ഹെലികോപ്റ്ററിനെ അമേരിക്കക്ക് നഷ്ടപ്പെടുന്നത്. പൈലറ്റുമാർ 2 പേരും സേഫ് ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അത് ഏതെങ്കിലും ഇന്റേണൽ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യന്ത്ര തകരാറ് കൊണ്ടാണോ ഈ പറയുന്ന ഹെലികോപ്റ്റർ താഴെ വീണിട്ടുള്ളത് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന ഹെലികോപ്റ്ററിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അതിനെ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടെ ഈ ഹെലികോപ്റ്ററിനുണ്ട് എന്നുള്ളതാണ്. കാരണം താഴെ നിന്നും വെടിവെക്കുമ്പോൾ ഏതെല്ലാം ഭാഗങ്ങളിലാണ് വെടികൊള്ളാൻ സാധ്യത എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ കുറച്ചും കൂടെ കൂടുതൽ കട്ടിയുള്ള ആംസ്, അതായത് കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഷീൽഡുകൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ കൂടിയാണ് ഈ പറയുന്ന HH-64 അപ്പാഷെ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. അതായത് ഈ പറയുന്ന വിയറ്റ്നാമിൽ ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന വിയറ്റ്നാം വാറിൽ ഉപയോഗിച്ചിട്ടുള്ള അപ്പാഷെ ഹെലികോപ്റ്ററുകളുടെ ഏറ്റവും പുതിയ പരിഷ്കരിച്ച രൂപങ്ങളിലൊന്നാണ് ഈ പറയുന്ന അപ്പാഷെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ വെടി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം തട്ടിക്കഴിഞ്ഞാൽ ആ ഹെലികോപ്റ്ററിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ ബിൽഡ് ചെയ്തിരിക്കുന്നതും. അപ്പൊ പിന്നെ ഇതെങ്ങനെ ഇതിന് തകർന്നു വീണു, എന്ത് തരത്തിലുള്ള മെക്കാനിസംസ് ആയിരിക്കാം ഇറാൻ ഉപയോഗിച്ചിരിക്കുക? അവിടെയാണ് ഷോൾഡറിൽ വെച്ച് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുഞ്ഞൻ ഈ പറയുന്ന ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളും മിസൈൽസും യഥാർത്ഥത്തിൽ ഇറാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതിന് അമേരിക്കയും ഇസ്രായേലും യഥാർത്ഥത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ കാണേണ്ടതാണ്. എന്തുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന MQ-9 റീപ്പർ ഡ്രോണുകളുടെ ശവപ്പറമ്പായിട്ട് ഇറാൻ മാറിയതാണ്. അതായത് ഏകദേശം 30ഓളം MQ-9 റീപ്പർ ഡ്രോണുകളെയാണ് ഇറാൻ എന്ത് ചെയ്തിട്ടുള്ളത്, അടിച്ചിട്ടിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ ഇറാന്റെ ടെറിട്ടറിയുടെ രൂപം അടക്കം അവിടുത്തെ ജോഗ്രഫി അടക്കം ഈ പറയുന്ന ഇറാന്റെ IRGCയുടെ സേനയുടെ മൂവ്മെന്റ് അടക്കം സ്കാൻ ചെയ്ത് അടിച്ചുകൊണ്ട് പോവാൻ കപ്പാസിറ്റി ഉള്ള MQ-9 റീപ്പർ ഡ്രോണാണ്. അതായത് ആളില്ലാതെ പറക്കുന്ന ഒരു എയർക്രാഫ്റ്റ് എന്ന് തന്നെ MQ-9 റീപ്പർ ഡ്രോണുകളെ പറയാം. അതായത് ആന്റി ടാങ്ക് മിസൈലുകൾ വഹിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ബങ്കറുകൾ തകർക്കുന്ന മിസൈലുകളെ വഹിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇവരുടെ കോൺവോയിന് തകർക്കാൻ കപ്പാസിറ്റിയുള്ള മിസൈലുകളുള്ള ഈ ഡ്രോണുകളാണ് യഥാർത്ഥത്തിൽ MQ-9 റീപ്പർ ഡ്രോണുകൾ എന്ന് പറയുന്നത്. അതിന് 24 എണ്ണത്തിന് ഇറാൻ അടിച്ചിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ F-15 അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ലോ ആൾട്ടിറ്റ്യൂഡിൽ ഹോർമൂസിലൂടെ പറന്നു പോകുന്ന അപ്പാഷെ ഹെലികോപ്റ്റർ എത്രത്തോളം ഈസി ടാർഗറ്റ് ആയിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് പറയാനുള്ളത്.